നമ്മുടെ കയ്യിൽ ഇനി 45 ദിവസമേ ഉള്ളൂ. പക്ഷേ 84 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്? ശരിക്കും ഞാൻ പറയട്ടെ, നമുക്ക് മുഴുവനായിട്ടും എല്ലാ അരികും മൂലയും ചേർത്ത് എല്ലാ ഇൻഡിവിജ്വൽ പോയിന്റ്സും പഠിച്ചെടുക്കാനുള്ള നേരം നമുക്കില്ല. ഇതുവരെ തുടങ്ങാത്ത ആളുകളാണെങ്കിൽ നമുക്ക് തീരെ സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നീറ്റിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഭാഗങ്ങളും അതിനകത്ത് നിന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എല്ലാം പഠിക്കണോ? സമയമില്ല എന്നുള്ളതാണ് കാര്യം. ശരിക്കും എല്ലാം പഠിക്കണം. നിങ്ങൾ അറിയേണ്ടത്, ഒരു റിപ്പീറ്റൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി ഏകദേശം 160 ദിവസത്തിൻ്റെ മുകളിൽ സമയം എടുത്തിട്ടാണ് മുഴുവൻ സിലബസും കവർ ചെയ്തെടുക്കുക. അതേ സാധനം 45 ദിവസം കൊണ്ട് നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ 4/1 നമുക്ക് എന്തുള്ളൂ? സമയമുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ഫോക്കസ്ഡ് ആവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണോ? എന്നോടത് ചോദിക്കരുത്. ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോരാ. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ചില ഏരിയകളിൽ നിന്ന് മാത്രമാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. പ്രീവിയസ് ഇയറിൽ ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ എല്ലാ ചാപ്റ്ററിലും ബാക്കിയുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ മാത്രം പഠിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് നീറ്റിൻ്റെ ഒരു ശീലം വെച്ചിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യൽ വളരെ കുറവാണ് റിപ്പീറ്റ് ചെയ്യൽ. അപ്പോൾ ഇതുവരെ ചോദിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് അതൊരു സ്ഥിരമായിട്ട് എൻട്രൻസിന് ക്ലാസ് എടുക്കുന്ന എൻട്രൻസ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിക്കോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ നീറ്റ് ക്രാക്ക് ചെയ്ത ഒരാൾക്കോ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ പോയിന്റ് എന്ന്. അങ്ങനെ എല്ലാ ടോപ്പിക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ഡോണ്ട് ഹൗ ടു ഡു ദ എക്സ്ട്രാ ഓർഡിനറി IIT ക്വസ്റ്റ്യൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. F=ma എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ ലോസ് ഓഫ് മോഷൻ ക്വസ്റ്റ്യൻ വരാറുള്ളത്. മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റയോപ്റ്റിക്സിലെ പവർ =1/f, P=1/f എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. സോ അങ്ങനത്തെ വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും നീറ്റിന് ചോദിക്കുന്ന രൂപത്തിൽ എല്ലാ ടോപ്പിക്കും എന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഏകദേശം എത്ര ബേസിക് ടോപ്പിക്കുകൾ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോപ്പയിൽ ക്യാപ്സ്യൂളിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചത് ഏകദേശം 800 ടോപ്പിക്കുകളാണ്. 800 ടോപ്പിക്കുകളിൽ നിന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതും എക്സാമിൽ ഡിസ്കസ് ചെയ്യുന്നതുമായിട്ട് 4500 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചെടുക്കുക. ഈ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതേ മെത്തേഡിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തെടുക്കുക. അടിപൊളിയായിരിക്കും. വേറെ ഒരു സാധനത്തിലും ഇല്ലാത്ത രൂപത്തിൽ ഏറ്റവും എക്സെപ്ഷനലി വെല്ലായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇൻ 45 ഡേയ്സ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങളിതിങ്ങനെ എല്ലാ മുക്കും മൂലയും വെച്ച് പഠിക്കണം, എല്ലാ സാധനങ്ങളും പഠിക്കണം, സമയം ഉണ്ടാവില്ല മക്കളെ. നമുക്ക് ഒരിക്കലും തീരുന്നുണ്ടാവില്ല. ഇനി നിങ്ങളൊരു റിപ്പീറ്റൊക്കെ ചെയ്ത് കുറേയൊക്കെ പഠിച്ച് കുറേയൊക്കെ എത്തി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി തീർച്ചയായിട്ടും ഇതല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ റിപ്പീറ്റൊക്കെ ചെയ്ത് പഠിച്ച് വെച്ചിട്ടുള്ള ആളാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് നിങ്ങൾ കൃത്യമായിട്ട് എക്സാം സീരീസുകൾ എഴുതുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ടെസ്റ്റ് എഴുതുക, നാളെ ഒരു ടെസ്റ്റ് എഴുതുക, അടുത്ത ദിവസം ഒരു ടെസ്റ്റ് എഴുതുക, അടുത്ത ദിവസം ഒരു ടെസ്റ്റ് എഴുതുക, അങ്ങനെ ഒരു സീക്വൻസ് ഓഫ് ടെസ്റ്റുകൾ നമ്മൾ എഴുതുക. ഈ സീക്വൻസ് ഓഫ് ടെസ്റ്റുകൾ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഓരോ ദിവസവും ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് അനാലിസിസ് എന്നുള്ള പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ടൈം സ്പെൻഡ് ചെയ്യണം. ടെസ്റ്റ് അനാലിസിസിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് വരുത്തുക എന്നുള്ളത്. ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ച ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത ചാപ്റ്റർ ആയിരിക്കും. ആ ചാപ്റ്ററിൽ നിന്ന് വരെ നമുക്ക് ഏറ്റവും അറിയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ആ ടോപ്പിക്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫൈനൽ ടച്ച് കൊടുക്കാനുണ്ട്. ഇതൊരു ശില്പം ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അവരൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന നേരത്തെ ഇങ്ങനെ അവസാനം ഇങ്ങനെ ഫൈനൽ ടച്ച് കൊടുത്ത് ഒരു ഫിനിഷിംഗ് വർക്ക് ചെയ്യാനുണ്ട്. ഇതുപോലെ ഈ ഫൈനൽ ടച്ചുകൾ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയുന്നത് നമ്മൾ എക്സാമിൽ വരുത്തുന്ന മിസ്റ്റേക്കുകളിലൂടെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ 3x2 3 ഗുണിക്കണം 2 എന്നുള്ള സാധനം കിട്ടിയിട്ട് 5 എന്ന് എഴുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകും. അപ്പോൾ ഞാനൊരു ദിവസം ഇരുന്നിട്ട് ഇത് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ തെറ്റുന്നതെന്ന് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ 3 ഗുണിക്കണം 2 അവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ 5 എന്ന് എഴുതുന്ന ഒരു പ്രശ്നമുണ്ട്. 6 5ആയി പോകുന്നതാണ്. ആ തിരക്കിൻ്റെ ഇടയിൽ അറിയാതെ പറ്റിപ്പോയതാണ്. പക്ഷേ ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ എക്സാം അനാലിസിസിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം എവിടെയെങ്കിലും 3 2 കണ്ടു കഴിഞ്ഞാൽ ഞാനത് ഗുണിക്കണം എന്നാണോ കൂട്ടണം എന്നാണോ അത് പ്ലസ് ആണോ ഇൻറ്റു ആണോ എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യും? ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് എഴുതും. അങ്ങനെ നോക്കിയപ്പം ആ ഭാഗത്തു നിന്നുള്ള അതുപോലത്തെ മിസ്റ്റേക്കുകൾ എന്നെ കുറഞ്ഞു. കാൽക്കുലേഷൻ മിസ്റ്റേക്സുകളോ കുറയാതെ ഇതെൻ്റെ ഒരു മിസ്റ്റേക്സ് ആയിരുന്നു. ഇതുപോലത്തെ ഒരുപാട് 1000 മിസ്റ്റേക്കുകളെങ്കിലും ഞാൻ ഇങ്ങനെ ആ എക്സാം സീരീസിൻ്റെ ഉള്ളിലൂടെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്ക് എന്ത് കിട്ടിയത്? ഈ നീറ്റ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്താൻ പറ്റിയത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? അത് തന്നെയാണ്. സാധാരണഗതിയിൽ കുട്ടികൾ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്ന സമയത്ത് അയ്യോ സാറേ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ കരയുന്നതാണ് കാണാറുള്ളത്. ആൻഡ് ചില കുട്ടികൾ കരയാതെ ആ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കിയത് കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് നോക്കുന്നുണ്ടാവും. സോ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കരഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് കറക്റ്റ് ചെയ്യലാണ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും എന്തുണ്ട്? നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് വരാനുണ്ട് എന്നുള്ളതാണ്. 45 ദിവസം സഫീഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ.
അപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ്, 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ഇതുവരെ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാം പഠിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ക്യാപ്സ്യൂളിലുള്ളതുപോലെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു 4000 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ മെത്തേഡ്, അതെങ്ങനെ കവർ ചെയ്യുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആ സാധനത്തിൽ നോക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സഫീഷ്യൻ്റ് ആവില്ല, അതിന് പുറമേക്കും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ദാറ്റ് ഇസ് എ ക്യാപ്സ്യൂൾ ഇസ് ദ ബെസ്റ്റ് തിങ്. ഇനി ഓൾറെഡി റിപ്പീറ്റൊക്കെ ചെയ്ത് പഠിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഫോളോ യുവർ ടെസ്റ്റ് സീരീസ്, ഓരോ ടെസ്റ്റും എഴുതുക, ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്ന സമയത്ത് സന്തോഷിക്കുക. കാരണം അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണല്ലോ, അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്നുള്ളൊരു ഐഡിയയും കൂടി കയ്യിൽ വെക്കുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ 45 ഡേയ്സിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.